ഈ കാണുന്നത് നമ്മളെ സ്കൂളിൽ പുതുതായിട്ട് എത്തിയിട്ടുള്ളൊരു മെഷീനാണ്. പച്ചക്കറി മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലേക്ക് വാങ്ങിയതാണിത്. 2023-24 അധ്യയന വർഷത്തെ PTA സംഭാവനയായിട്ടാണ് അവർ തന്നതാണ് ഈ മെഷീൻ. വളരെ എളുപ്പത്തിൽ പച്ചക്കറി നമുക്ക് ഇതുകൊണ്ട് മുറിക്കാൻ പറ്റും. സാധാരണ ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ പച്ചക്കറി മുറിക്കാൻ അത്രയും സമയം എടുക്കാറുണ്ട് നമ്മുടെ സ്കൂളിൽ. ഒരു 400-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ വന്നതോടുകൂടി ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് എല്ലാ പച്ചക്കറികളും മുറിച്ച് തീർക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളീ കാണുന്നത് പോലെ 4 തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ബ്ലേഡുകളാണുള്ളത്. അത് പച്ചക്കറി വലുപ്പം നമുക്ക് ഓരോന്നും ഓരോ വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്ലേഡുകളാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അതിലേക്ക് സാധനം എങ്ങനെയാണ് ഇടുന്നത്, എവിടെയാണ് ഇടേണ്ടത്, ബ്ലേഡ് എങ്ങനെ വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ബ്ലേഡ് വെച്ചിട്ടാണുള്ളത്. തുടർന്ന് അത് ബ്ലേഡ് വെച്ച് കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്യുക. ഇനി ഇതിൽ ഇടേണ്ട പച്ചക്കറികൾ ഏത് വലിപ്പത്തിൽ കട്ട് ചെയ്യണമെന്ന് നോക്കുക. തക്കാളിയൊക്കെ ഇങ്ങനെ പകുതി മുറിക്കുക, ഉള്ളി പകുതി മുറിക്കുക, അതുപോലെ തന്നെ ക്യാരറ്റ്, എല്ലാ പച്ചക്കറികളും ഇങ്ങനെ പകുതി ഒന്ന് മുറിച്ചതിന് ശേഷം, അതായത് ഉരുളക്കിഴങ്ങാണ് മുറിക്കുന്നത്, എല്ലാം ഇങ്ങനെ പകുതി മുറിച്ചിട്ടാണ്. പിന്നെ നമ്മളിത് നേരെ എടുത്തിട്ട് നേരത്തെ ബ്ലേഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹോൾസിലേക്ക് അതിടുന്ന് നേരത്തെ ഞാൻ കാണിച്ചു തന്നെ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓണാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുത്താൽ താഴെ ഒരു പാത്രം വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീഴുന്നത് കാണാം. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ എല്ലാ ഐറ്റംസും വളരെ എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ ഇത് ക്യാരറ്റാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരുന്നത്. അത് ബക്കറ്റിലേക്ക് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി വേറെയും ചില ഐറ്റംസൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ കട്ട് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങാണ്. അത് നേരത്തെ ഇട്ടതിൽ നിന്നുള്ള മാറ്റം ഇപ്പുറത്തെ ഒരു വലിയ ഭാഗത്താണ് ഇട്ടത്. അവിടെ ഇട്ടതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ അല്ല, ലിവർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന്, ലിവറൊന്നും അത്ര വെയിറ്റുള്ള ലിവറേ അല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരും. വളരെ എളുപ്പത്തിൽ. അതാണ് ഉള്ളിയാണ് ഇപ്പോൾ ഇട്ടത്. ഉള്ളിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് അരിയാൻ പറ്റും. കുറച്ച് ഉള്ളിയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. താഴെ നിങ്ങൾക്ക് കാണാം ഉള്ളി ഇങ്ങനെ പ്രസ് ചെയ്തപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നത്. ആർക്കും എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മെഷീനാണിത്. നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മുഴുവൻ പച്ചക്കറികൾ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മളെ സ്കൂളിലെ കുക്ക് ഓമനേച്ചിയും അതുപോലെ ഞങ്ങളുടെ പ്രീ പ്രൈമറി ടീച്ചറായ ശ്രുതി ടീച്ചറെയാണ്. ഉള്ളി കണ്ടല്ലേ, വളരെ എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നത് ഉണ്ടല്ലേ, കാണുമ്പം തന്നെ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചീഞ്ഞു പോകുന്നു, അങ്ങനെ ഒന്നുമില്ല. വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു ചെറിയൊരു പ്രസ് മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഓണാക്കുന്ന ചെറിയൊരു പ്രസ് കൊടുക്കുന്ന സമയത്ത് തക്കാളി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മുറിഞ്ഞിട്ട് വരുന്നത്. ഇതിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഇത് പ്രസ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. ഈ മുറിഞ്ഞു കിട്ടിയ ഉള്ളി കണ്ടോ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഒരു പക്ഷേ ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റില്ല, അത്രയും അടിപൊളിയായിട്ട് മുറിക്കുന്നുണ്ട്. ഇനി നമ്മൾ ബ്ലേഡ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. കാരണം നമുക്ക് പയറാണ് ഇനി കട്ട് ചെയ്യാനുള്ളത്. നമ്മളെ സ്കൂളിൽ നിന്ന് വറവുണ്ടായിരുന്നത് പയറാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലേഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടി റെഡിയാക്കുകയാണ്. അപ്പോൾ പയർ ഒക്കെ എങ്ങനെ കട്ട് ചെയ്യുക, എത്ര എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ലോക്ക് ചെയ്ത് നേരത്തെ പോലെ തന്നെ ഓണാക്കി എല്ലാം സെറ്റാക്കി പയർ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ നേരത്തെ പോലെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വന്നതുപോലെ തന്നെ പയർ വളരെ ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇത്ര എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എല്ലാ പച്ചക്കറികളും നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം. ഇത് കോയമ്പത്തൂരിൽ നിന്നാണ്
നമ്മളെ PTA പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇത് വാങ്ങുകയും നമ്മളെ സ്കൂളിൽ എത്തിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസ് തരാം. അപ്പോൾ എല്ലാ സ്കൂളുകൾക്കും എന്തായാലും ഉപകാരപ്രദമാവുന്നൊരു സംഗതി തന്നെയാണിത്. ഒരു 300-400 കുട്ടികൾ മുകളിലോട്ട് അങ്ങോട്ട് പഠിക്കുന്ന സ്കൂളുകൾക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക്, ഇതിൻ്റെ പ്രൈസ്, കാര്യങ്ങൾ എങ്ങനെ വാങ്ങാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണ്ടവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഓക്കെ.